എന്താണ് നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നറിയോ? നമുക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? യെസ്, ഇറ്റ്സ് ദ സലാ. നമ്മുടെ നിസ്കാരം. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഹേ ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ എന്തായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോത്തെ മെയിൻ ടോപ്പിക്കാണ് നമ്മൾ നിസ്കരിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച്. ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും വാൺ ചെയ്യുന്നുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാകുന്നു: ആരാണോ എൻ്റെ ഓർമ്മയിൽ നിന്ന് പിന്തിരിയുന്നത് അവനക്കൊരു ഡിപ്രസ്ഡ് ആയിട്ടില്ല, അവനക്കൊരു ഭയങ്കര വിഷമമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കും. ആൻഡ് അവനെ ഞങ്ങൾ വിചാരണ ദിവസത്തിൽ അന്ധനായിട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടും. നമ്മുടെ നിസ്കാരം അത് നമ്മളെ ആഖിറത്തെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടും ആ ഒരു ഡിപ്രസ്ഡ് ലൈഫ് തന്നെ ഉണ്ടാവും. ഒരു വിശ്വാസിയും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ്. മീൻസ് നമ്മൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കാഫിറാണ്. നിസ്കാരമാണ് ആ ഒരു ഒറ്റൊരു ഡിഫറൻസിന് കാരണം. ആൻഡ് ഓൾസോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ വെറുക്കപ്പെട്ട ഒരു കാറ്റഗറി, ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് നിസ്കരിക്കാത്തവർ. നമ്മൾ ഒരാവശ്യമില്ലാതെ നമ്മളെ നിസ്കാരം നമ്മൾ വെറുതെ മടി കാരണം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മൾക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ ശിക്ഷകളാണ്. ഓൾസോ ശിക്ഷകൾ മാത്രമല്ല, നമ്മൾ നിസ്കാരം ഒഴിവാക്കുമ്പോൾ നമ്മളിലൊരു ഭാഗം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ്. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ നമസ്കരിക്കാത്തവരാണെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്തിൽ നിന്ന് മാത്രമല്ല ആരംഭിക്കുന്നത്, അതിവിടെ ഇപ്പോൾ ഈ ലൈഫിൽ തന്നെ അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം തിങ് തന്നെയാണ്. നമുക്ക് എന്തെന്നില്ലാത്തൊരു തൃപ്തി ഉണ്ടാവില്ല. അതിനിപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എത്രയൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമ്മൾ അനുഭവിച്ചാലും നമ്മൾ നിസ്കരിക്കുമ്പം കിട്ടുന്ന ആ ഒരു തൃപ്തി ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം അതിന് മറ്റെന്ത് വലിയ കാര്യം നമ്മൾക്ക് കിട്ടിയാലും അതിന് ഈക്വൽ ആവില്ല. നമുക്ക് ആ ഒരു സന്തോഷം നമുക്കിനി നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ കിട്ടിയാലും നമ്മൾ നിസ്കരിക്കുമ്പം കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തിയും ആ ഒരു പ്രത്യേകതരം ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതാണ് നമ്മളെ നിസ്കാരം. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ നമസ്കാരത്തേക്കാൾ മനോഹരമായിട്ട് വേറൊന്നുമില്ല. പരലോകത്ത് വെച്ച് ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ നിസ്കാരത്തെ പറ്റിയാണ്. ഒരുപാട് ആൾക്ക് പരലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കുറ്റബോധം തോന്നുന്ന ഒരു കാര്യമാണ്. പരലോകത്ത് വെച്ച് കുറച്ച് ആൾക്കാർ എന്തുകൊണ്ടാണ് നരകത്തിലായത് എന്നുള്ള റീസൺ നമ്മൾ നോക്കിയാൽ അവർ പറയും അത്ര, ഞങ്ങൾ നിസ്കരിച്ചവരിൽ പെട്ടവരല്ല. അതായത് നമ്മളിപ്പോൾ പരലോകത്ത് എത്തിയാൽ നമ്മൾ നിസ്കരിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ആവുന്നത് നമ്മൾ നിസ്കരിക്കാത്തതിനെ കുറിച്ചാണ്. അങ്ങനെ അവർ മരിച്ചാൽ അവർ പറയത്ര, അല്ലാഹു ഞങ്ങളൊന്ന് തിരിച്ചയക്കുക, എന്നാൽ എനിക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തിരിച്ചു വരവില്ല എന്നതാണ് സത്യം. നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ നമുക്ക് ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഹൃദയം, നമ്മളുടെ മനസ്സാകെ ഭയങ്കരമായിട്ട് ഹെവി ആവും. നമുക്കൊന്നിനും ഫോക്കസൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടൊരു കാര്യമാണ്, അതായത് ഖബറിൽ വെച്ച് ഒരാളുടെ തല ഒരുപാട് തവണയായിട്ട് കല്ല് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മലക്കുകൾ പറയാണ്, ഈ ഒരാൾ തൻ്റെ നിസ്കാരം ഒഴിവാക്കിയ ഒരാളായിരുന്നു. സോ നമ്മൾ നിസ്കാരം ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് ഈ ഒരു ലോകത്ത് വെച്ച് തന്നെ, അതായത് നമ്മൾ പരലോകത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിരിക്കും. ആൻഡ് നിസ്കാരം നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റായ പ്രവൃത്തികളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എത്രത്തോളം ഈ ഒരു നിസ്കാരം നമ്മളെ
ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു തെറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ നമുക്കൊരു നമ്മൾ അള്ളാഹുവിനെ കോൺസ്റ്റൻ്റായിട്ട് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചൊരു ബോധവും ഓർമ്മയും ഒക്കെ ഉണ്ടാവും. ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് ആ ഒരു തെറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ നമ്മളുടെ നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ ആ ഒരു ബറക്ക, ആ ഒരു ബ്ലെസ്സിങ് അതും നമുക്ക് നഷ്ടപ്പെടും. നമ്മളുടെ വീടുകളിൽ ഏഞ്ചൽസ്, മലക്കുകളുടെ പ്രസൻസ് ഉണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിസ്കാരം. നമ്മളും നമ്മുടെ പഠിച്ച റബ്ബുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് നിസ്കാരം. ഒരു ഫ്രണ്ട്ലി, നമ്മൾ ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി നമ്മൾ നിസ്കരിക്കണം. നിസ്കാരത്തിൽ ആ ഒരു ദുആകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ അറിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. സോ നിങ്ങൾ നിസ്കരിക്കാത്തവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വൈകിയിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ നമുക്ക് പരലോകത്ത് വെച്ച് ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും അത്. സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് മറ്റുള്ളവരിലേക്കും കൂടെ ഈ ഒരു നല്ലൊരു മെസ്സേജ് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.